ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഗ്രേവിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരു ചീനച്ചട്ടി ഇത് അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ കുറച്ച് ഉണക്കമുളകുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഉണക്കമുളകും കാഷ്യൂനട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എടുത്ത ചിക്കനിക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്താൽ മതി. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയാണ് കേട്ടോ. അപ്പം ഞാൻ 2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് മൊരിയിപ്പിച്ച് റോസ്റ്റാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു 3 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 3 സവോള ഞാൻ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വലിയ പീസസ് ആയിട്ട് കണ്ടോ, കുറച്ച് വലിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അരിഞ്ഞ് ചേർക്കരുത്. നമുക്കിതുപോലെ ഇപ്പോൾ മിക്സിയിലാണെങ്കിൽ നമുക്കൊന്ന് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് വല്ലാണ്ട് അരിഞ്ഞ് പോവാണ്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനിതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒരുപാട് അരച്ചെടുക്കരുത് കേട്ടോ. സവാള ഞാനിതാ ചോപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ കാഷ്യൂനട്ടും ഉണക്കമുളകും ഒക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക. ആദ്യം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇത് മാത്രം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് കാഷ്യൂനട്ടും ഈ ഉണക്കമുളകും ചേർക്കുന്നത് ഒട്ടും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ എങ്കിലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ കറിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എന്ന് പറയുമ്പോൾ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ 3 തക്കാളിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ 3 തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ മിക്സിയുടെ ജാറുണ്ടല്ലോ, അപ്പം ഇതിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഉണക്കമുളകും കാഷ്യൂനട്ടും അതുപോലെ തക്കാളിയും എല്ലാം കൂടി നല്ലോണം അരഞ്ഞൊരു പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം ഇതുപോലെ ഒരു അരപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതും മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനി ഞാനിതൊരു പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഓയിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവോള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 3 സവോള 3 തക്കാളി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അത്രത്തോളം ഒന്നും വേണ്ട, കുറച്ച് ചിക്കൻ ഉള്ളൂ വെച്ചെങ്കിൽ അത്രയും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ സവോളയിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ പെട്ടിട്ട് കണ്ടില്ല. അപ്പോൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സവോള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഇതാ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവോളയും മസാലപ്പൊടികളും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലോണം മിക്സായ ശേഷം 1 ടീസ്പൂൺ മുഴുവനായിട്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി നമ്മൾ 1 ടീസ്പൂണല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു ലേശം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടോ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മുടെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ മുഴുവൻ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. 5-6 മിനിറ്റ് നല്ലോണം ഇത് നമുക്ക് ഈ മസാലയും ഈ ചിക്കനും കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ മസാല എണ്ണ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അത് നല്ലോണം മിക്സായ ശേഷം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചേർത്തിട്ടുള്ള ഉണക്കമുളക് നല്ലോണം എരിവുള്ള ഉണക്കമുളകാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചേർക്കുന്നത് അത്ര എരിവില്ലാത്തതാണെങ്കിൽ അത് നോക്കിയിട്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണേ. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പും ഈ ചിക്കനും മസാലയും എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു 5-6 മിനിറ്റോളൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം അത് നല്ലോണം ഞാൻ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ലേശം ഉപ്പും കൂടെ വേണ്ടി വരും. അപ്പം ഞാനിത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കനിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനുള്ള വെള്ളം ചേർക്കണം. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് കറി പോലെ അങ്ങനെ ആക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ അത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ഗ്രേവി ആയിട്ട് തന്നെ നിൽക്കണം. അങ്ങനെയുള്ളത് വേണം കേട്ടോ. നല്ല ലൂസായിട്ടുള്ളത് പോലെ ചെയ്യരുത് കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്, ചതച്ചതല്ല കേട്ടോ. പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ചേർക്കുക. അപ്പോൾ അത് 2 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഈ ടൈമിലാണ് ചേർത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സവോളൊക്കെ വഴറ്റുമല്ലോ, ആ വഴറ്റിയിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന മുന്നേ, പൊടികൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഈ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ചിക്കൻ ചേർത്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ വേകാനും പിന്നെ ഒരു ഇത്തിരി ഗ്രേവി നമുക്ക് വേണം. അപ്പോൾ അതിനുള്ളതും കൂടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഇനി ഒരു 15 മിനിറ്റോളം വേവട്ടെ. പിന്നെ ഒരു മീഡിയം ടു ലോ ആ ഒരു ഫ്ലെയിമിലേ ഇടാവുള്ളൂ. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ ഇനി ഇത് കുക്കാവട്ടെ. ഇപ്പം നമ്മുടെ ചിക്കൻ ഗ്രേവിയൊക്കെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ നല്ല കുറുന്നനായി ചിക്കനും വെന്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ? പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് കട്ടിക്കാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഗ്രേവി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. അപ്പം ഞാനിതാ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഗ്രേവിയുടെ കൂടെ പൊറോട്ടയാണ് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊറോട്ടയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ഇത്രയും ഗ്രേവി വേണ്ടാന്നുള്ളവർക്ക് ഇത്രയും ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല, ഇത്രയൊന്നും ഒഴിക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പം എന്തായാലും സംഭവം പൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കഴിച്ച് നോക്കിയിട്ടുള്ള ഫീഡ്ബാക്കും കൂടി തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നമ്മുടെ ഈ ചിക്കൻ ഗ്രേവി ഉണ്ടല്ലോ, അപ്പോൾ ഇതും കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.